തൃശൂർ പൂരം പോലീസ് അലങ്കോലപ്പെടുത്തിയ വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നതിൽ CPM-ന് ആശങ്കയുണ്ട്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് ഇതിന് നേതൃത്വം നൽകിയത് സർക്കാരും പ്രതിരോധത്തിലായി. ഹൈന്ദവാചാരങ്ങൾക്ക് മേൽ പോലീസിനെ ഉപയോഗിച്ചുള്ള സർക്കാരിന്റെ കടന്നുകയറ്റമാണ് ഇപ്പോൾ വീണ്ടും സജീവ ചർച്ചയാകുന്നത്. കമ്മീഷണറെ സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് ഈ തിരിച്ചടി കൂടി ഭയന്നാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻറ്റുവും ഒപ്പം തൃശ്ശൂരിൽ നിന്ന് മനോജും ചേരുന്നുണ്ട്. ആദ്യം തൃശ്ശൂരിലേക്ക് പോകാമല്ല അത് ക്ഷമിക്കണം, ആദ്യം നമുക്ക് തലസ്ഥാനത്തേക്ക് തന്നെ പോകാം. തിരുവനന്തപുരത്ത് നിന്ന് ടിൻറ്റു ദാസ് ചെയ്യുന്നു. ടിൻറ്റു, കഴിഞ്ഞ ഏതാണ്ട് 3 ദിവസമായി സജീവമായി ചർച്ചയാകുന്നത് തൃശ്ശൂർ പൂരത്തിലെ പോലീസിൻ്റെ വഴിവിട്ടുള്ള ഇടപെടലുകൾ അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ വലിയ പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ശബരിമല മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വീണ്ടും സജീവമായി ചർച്ചയിലാകുകയാണ്. പോലീസിൻ്റെ ഓരോ ക്ഷേത്രങ്ങളിലെയും പോലീസിൻ്റെ ഇടപെടൽ, സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ, LDF-ന്റെ ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ, അങ്ങനെ വീണ്ടും ആ വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ചർച്ചയിലേക്ക് എത്തുന്നു. അതിനൊടുവിൽ സഹികെട്ട് കമ്മീഷണറെ മാറ്റുമെന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാരൊക്കെ എത്തിയിരിക്കുന്നു. എന്തായാലും വലിയൊരു രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് CPM-ഉം സംസ്ഥാന സർക്കാരും ഒക്കെ മാറിയിട്ടുണ്ട്, അല്ലേ ടിൻറ്റു? തീർച്ചയായും ഉമേഷ്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ തൃശ്ശൂർ പൂരം ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 4 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടായത് ഒരുപക്ഷെ സർക്കാരിനെ തന്നെ തലവേദനയായിരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു ദേശത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ആചാരങ്ങൾ സംരക്ഷിക്കുന്നവർക്ക് അത് അത്രയും വൈകാരികമായൊരു കൂടിച്ചേരൽ കൂടിയാണ്. അവിടെയാണ് പോലീസിൻ്റെ ഭാഗത്ത് ഒരു പക്ഷേ ക്രമസമാധാനം പരിപാലിക്കേണ്ട സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ആ ഇടപെടലിൽ ഇപ്പോൾ സർക്കാരും വെട്ടിലായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ CPM-ന്റെ ഇടപെടലോടുകൂടി CPM നേരിട്ട് അറിയിച്ച് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനായിട്ടാണ് ഈ സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റുന്നതിലുള്ള നടപടികളിലേക്കെങ്കിലും കടക്കാൻ സാധിച്ചത്. നമുക്കറിയാം, വാർത്ത പുറത്തു വന്ന് ഏതാനും മണിക്കൂർ, അതായത് ആ ദിവസം ഇന്നലെ രാവിലെയാണ് ജനം TV ഇത്തരത്തിൽ ഈ രാമന്റെ രൂപമുള്ള കുടയുമായി ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോഴുള്ള പോലീസുകാർ അല്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷൻ തടയുന്ന ദൃശ്യം ജനം TV ആദ്യം വാർത്ത ചെയ്യുന്നു. ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രി ഇതിലിടപെട്ട സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റുന്ന ഒരു നടപടികളിലേക്ക് എത്തിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്രയും പെട്ടെന്ന് ഒരുപക്ഷെ ഒരു ദിവസം പോലും വൈകിക്കാതെ വളരെ ക്ഷണികമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റുന്നത് ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം വിവിധ മേഖലകളിൽ നിന്നും എത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ശബരിമല വിഷയമായി സമാനമായ രീതിയിൽ നമുക്ക് ഈ വിഷയത്തെ കൂട്ടിച്ചേർക്കാം. അതോടൊപ്പം തന്നെ ശബരിമല വിഷയത്തിൽ പോലീസ് സ്വീകരിച്ച നിലപാട് എന്താണ്, ആ നിലപാടിന് സമാനമായിട്ടാണ് തൃശ്ശൂർ പൂരത്തിലും നിലപാടുകൾ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. പല ഘട്ടങ്ങളിലും ആചാരങ്ങൾക്ക് മേൽ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ വിവിധ സംഘടനകൾ അല്ലെങ്കിൽ ആചാര സംരക്ഷകർ ഇറങ്ങുമ്പോൾ അവിടെ സംസ്ഥാന സർക്കാർ എപ്പോഴും പോലീസിനെ കൊണ്ടാണ് പ്രതിരോധിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെയും അല്ലെങ്കിൽ തൃശ്ശൂരും സംഭവിച്ചിട്ടുള്ളതെന്നാണ് BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളൊന്നുമുള്ള ഒരു പ്രതികരണം അറിയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആരോപണം തന്നെയാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ഒരു ശക്തമായ ത്രികോണ മത്സരം കൂടി നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ CPM-നെ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ സർക്കാരിനെ എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ നിന്നും തലയൂരി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി തന്നെ വരും. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടെയാണ് പോലീസ് അല്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഫർ നടപടിയിലേക്ക് കടന്നുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് പോയത്. ഒരു പക്ഷേ ഈ പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റുകയാണെങ്കിൽ പോലും അവിടെ നടന്നിട്ടുള്ള ആചാര ലംഘനം അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള പോലീസിന്റെ ഈ ഇടപെടൽ, പോലീസിന്റെ ഒരു തെറ്റായ രീതിയിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഇടപെടൽ ഒരു പക്ഷേ അത് പ്രതികൂലമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ബാധിക്കുമെന്നൊരു ഉറപ്പ് കൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഈ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയങ്ങൾ സജീവമായി CPM ചർച്ച ചെയ്യും. CPM ചർച്ച ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ഒരു പക്ഷേ ഈ വിഷയത്തെ നേരിടേണ്ടത് എന്നുള്ള ഒരു കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടാകും.
അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ആ വ്യക്തതയുടെ ഉറപ്പ് തന്നെയാണ് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, അടിയന്തരമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിനെ കൊണ്ടെത്തിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായി അല്ലെങ്കിൽ ഇത്തവണത്തെ പൂരവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്തായാലും ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകും.